ഒട്ടനേകം മഹത്വമുള്ള പോരിശയാക്കപ്പെട്ട മാസമാണ് റജബ് മാസം. റജബുൽ മുജറബ് എന്നാണ് അതിൻ്റെ പേര്. ആദരണീയമായ റജബ്, പേര് പോലും സവിശേഷമാണ്. കാരണം അത്രമേൽ വിശേഷപ്പെട്ടതാണ് ഈ റജബ് എന്ന മാസം. സ്വർണത്തിന് ഇപ്പോൾ ഒരു പവന് എന്താ വില? 1,00,000-ലധികം ഉണ്ട്. എന്തുകൊണ്ടാണ് സ്വർണത്തിന് ഇത്രമേൽ വില ഉണ്ടായത്? ആ ലോഹം അത്രമേൽ മൂല്യമുള്ളതായപ്പോൾ അതിൻ്റെ വിലയും അധികമായി. ഇതേപോലെ തന്നെയാണ് റജബ് മാസത്തിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിയ ഒരാൾ ആ റജബിനെ കൈവിടില്ല, മുറുകെ പിടിക്കും. എന്ന് പറഞ്ഞാൽ അതിനെ നമ്മളൊക്കെ സാധാരണ പറയാറില്ലേ, പൊന്നുപോലെ നോക്കും, പൊന്നുപോലെ കാത്തു സൂക്ഷിക്കും എന്നൊക്കെ പറയാറില്ലേ. ഇതേപോലെയായിരിക്കും റജബിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിയ ഒരാളുടെ അവസ്ഥ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും നന്മകൾ വാരിക്കൂട്ടാൻ പറ്റുന്ന, ഉപകരിക്കുന്ന മാസമാണ് റജബ് മാസം. ബറക്കത്തിൻ്റെ മാസം, സമൃദ്ധിയുടെ മാസമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകുന്ന മാസമാണ് റജബ് മാസം. അതുകൊണ്ടല്ലേ റജബ് വന്നപ്പോഴേക്ക് നമ്മൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നു. ഇദാ ദഖല റജബുൻ, റജബ് മാസം സമാഗതമായാൽ ഖാല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചോനെ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ, റമളാനിൽ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസമാകുമ്പോഴേക്ക് റജബിലും ശഅബാനിലും ഈ 2 മാസങ്ങളിലും ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധമായ റമളാനിൽ എത്തിച്ചേർന്നാൽ മാത്രം പോരാ. വബല്ലിഗ്നാ റമളാൻ, റമളാനിനെ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ എന്ന് പറഞ്ഞാൽ റമളാൻ നമുക്ക് വന്നു എന്നതുകൊണ്ടൊരു കാര്യമില്ല. ആ റമളാനിൽ നോമ്പെടുക്കണം, ഖുർആൻ ഓതണം, തറാവീഹ് നിസ്കരിക്കണം, മറ്റു സൽക്കർമ്മങ്ങൾ എമ്പാടും ചെയ്യണം. അപ്പോഴേ ആ മനുഷ്യന് റമളാൻ വന്നതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. ഒരു വീട്ടിൽ ഒരു മരുമകൾ വന്നാൽ ആ മരുമകൾ വന്നത് നന്നായി എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ. എന്നാൽ ചില വീട്ടിൽ പറയും, ആ മരുമകൾ വന്നത് കൊണ്ട് ഞങ്ങളെ കഷ്ടകാലായി എന്ന് പറയുന്നവരുമുണ്ട് അല്ലേ. ചെക്കന് 27 വയസ്സായി അല്ലെങ്കിൽ 30 വയസ്സായി, പെണ്ണ് കെട്ടിക്കണം, വല്ലാത്ത ധൃതിയാണ് പെണ്ണ് കെട്ടിക്കാൻ. ഒരുപാട് അന്വേഷണങ്ങൾ നടന്നു. വിവാഹം സമയം ആകുമ്പോഴും ആ സമയം എത്തുന്നത് വരെ വല്ലാത്ത ബേജാറിലായിരുന്നു. മരുമകൾ വന്നിട്ട് വേണം ഒന്ന് വിശ്രമിക്കാൻ. അമ്മായിമ്മ ഇങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ടുവരാൻ ഓരോ കാര്യങ്ങൾ. മരുമകൾ വന്നിട്ട് വേണം ഒന്ന് വിശ്രമിക്കാൻ, മരുമകൾ വരട്ടെ, ആ ചിന്തയായിരുന്നു അമ്മായിമ്മക്ക്. എന്നാൽ ഈ മരുമകൾ വന്നു എന്നതുകൊണ്ട് ഈ അമ്മായിമ്മക്ക്, ഈ ഉമ്മാക്ക് സന്തോഷം ഉണ്ടാകുമോ? ഇല്ല. ആ മരുമകൾ നല്ലതാണോ ചീത്തതാണോ എന്നുകൂടെ പരിശോധിക്കണം.
അമ്മായിമ്മ അമ്മോശാക്കാനെ രണ്ടാളെയും ഭരിക്കുന്ന മരുമകളാണെങ്കിലോ ആ കുടുംബത്തിന്റെ കാര്യം എന്തായി? ആകെ ടെൻഷനായിരിക്കും. പടച്ചോനെ അതുവരെ ദുആ ചെയ്തൊരു നല്ല മരുമകൾ കിട്ടണ റബ്ബേ, നല്ല മരുമകളെ തന്നെ റബ്ബേ, നല്ലതുപോലെ ദുആ ചെയ്തു. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ വടക്ക് സ്വഭാവമായാൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമല്ല. അത്രമേൽ ആഗ്രഹിച്ചിരുന്നു ഒരു മരുമകളെ. 30 വയസ്സായിട്ടാണ് മരുമകളെ കിട്ടിയത്. അത് കിട്ടിയപ്പോ ആ സങ്കടം മാറി. പക്ഷേ അതിനുശേഷമുള്ള ജീവിതം നോക്കിയപ്പോഴോ ഇങ്ങനൊരു മരുമകൾ വേണ്ടായിരുന്നു എന്ന ചിന്തയായിപ്പോയി. ഇതേപോലെയാകരുത് റമദാൻ. റമദാൻ വന്നു എന്നതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല. ആ റമദാൻ വന്ന് നല്ലതുപോലെ റജബിലും ശഅബാനിലും ആ റമദാനിനെ സ്വാഗതം ചെയ്തുകൊണ്ട് റബ്ബേ, ഓരോ റമദാനിന്റെ ദിനരാത്രങ്ങളും പാപമോചനങ്ങളുടെ രാത്രികളാ. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ എത്രയോ ഇരട്ടി പ്രതിഫലമാ. ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർള് ചെയ്ത കൂലിയാ. ഒരു ഫർള് ചെയ്താലോ 70ഉം 700ഉം 70,000ഉം പ്രതിഫർളുകൾ ചെയ്ത കൂലിയാ. ഇങ്ങനെ ആഗ്രഹിച്ച് റജബിലും ശഅബാനിലും റമദാനിനെ ഞങ്ങൾ കടുപ്പിക്കണം അല്ലാഹ്, റമദാനിനെ ഞങ്ങൾക്ക് എത്തിക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്ത് ആ റമദാനിനെ കാത്തിരിക്കുന്ന മനുഷ്യന്റെ സന്തോഷം എത്രയാ. അവൻ ഓരോ ദിവസവും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും ദിക്ർ ചൊല്ലിയിരിക്കുകയാണ്, ഓരോ ദിവസവും റബ്ബേ 40 വയസ്സായി 50 വയസ്സായി ഇത്ര കാലം ഒരുപാട് തെറ്റുകുറ്റങ്ങളിലായി ജീവിച്ചു പോയി. ഇനിയെങ്കിലും ഒന്ന് നന്നാകണമല്ലോ, എനിക്കൊന്ന് മരിക്കണമല്ലോ. ഇതുപോലെ നടന്നതുപോലെ നടന്നാ പോരല്ലോ റബ്ബേ, നിന്നെ പേടിച്ച് ജീവിക്കേണ്ടവനാണല്ലോ ഞാൻ എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുന്ന ദിനരാത്രങ്ങളായിരിക്കും അവന്. അതുപോലെ ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ആയി പോയി. കളിയുടെ സമയമായപ്പോ കളിക്കാൻ പോയപ്പോ ളുഹുറും അത് കാരണം ഖളാ ആയിട്ടുണ്ട്. കല്യാണത്തിന്റെ തലേ ദിവസം മുതൽ നിസ്കാരങ്ങളൊക്കെ ഖളാ ആണ്. അത് കഴിഞ്ഞ് പുതുമണവാളനാണെങ്കിലോ പുതുമണവാട്ടിയാണെങ്കിലോ വിരുന്നിന്റെയും അതുപോലെ ഡ്രസ്സ് വാങ്ങുന്നതിന്റെയും മാറ്റിയെടുക്കുന്നതിന്റെയും ഒക്കെ തിരക്കിനിടയിൽ എത്രയോ നിസ്കാരങ്ങൾ ഖളാ ആണ്. കുടുംബം പോറ്റുന്ന തിരക്കിനിടയിൽ, ജോലി തിരക്കിനിടയിൽ ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ആയിപ്പോയി. അതേ ചെറിയ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന തിരക്കിനിടയില്, അവരെ വളർത്തുന്ന തിരക്കിനിടയില് ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ആയിപ്പോയി. ആ നിസ്കാരങ്ങളൊക്കെ എനിക്ക് ഖളാ വീട്ടണം എന്ന ചിന്തയിലാണ്. അങ്ങനത്തെ ചിന്തയുള്ള ആളാവണം നമ്മൾ, അങ്ങനത്തെ മനസ്സുള്ള ആളാവണം നമ്മൾ. അപ്പോഴേ ആ റമദാൻ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പോഴേ ആ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുകയുള്ളൂ. ഇല്ലെങ്കിൽ പടച്ചോനെ എല്ലാ മാസത്തെയും പോലെ ഈ റമദാനാകുന്ന ഈ മാസത്തിലും ഇവൻ തെമ്മാടിത്തരങ്ങൾ ചെയ്തവനാണ്, ഇവൻ നിസ്കരിക്കാത്തവനാണ്, ഇവൻ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തവനാണ്, ഇവനെ നീ നരകത്തിലിടണേ റബ്ബേ, അള്ളാഹിനോട് സാക്ഷി പറയും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന മുഅ്മിനീങ്ങളിൽ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പോ ഈ റജബിലും ശഅബാനിലും ബറക്കത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു. റജബ് ബറക്കത്തിന്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ ആ റജബിനെ ആദരിക്കണം, ബഹുമാനിക്കണം.
അന്നൽ മഅസിയത ഫീഹാ അശദ്ദ ഇഖാബാ വത്ത്വാഅത ഫീഹാ അക്സറു സവാബാ. അല്ലാഹു ആദരിച്ച മാസങ്ങളിൽ, പ്രത്യേകിച്ച് റജബ് ശഅബാൻ മാസങ്ങളിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അശദ്ദു ഇഖാബാ, അതിന് ശക്തമേറിയ ശിക്ഷ ലഭിക്കും കേട്ടോ. സാധാരണ മാസങ്ങളിൽ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ശക്തമായി അല്ലാഹു ബഹുമാനിച്ച മാസങ്ങളിൽ തെറ്റ് ചെയ്താൽ, വ്യഭിചരിച്ചാൽ, കള്ളു കുടിച്ചാൽ, നിസ്കാരങ്ങൾ ഒഴിവാക്കിയാൽ, അയൽപക്കക്കാരുമായി, കുടുംബങ്ങളുമായി, മാതാപിതാക്കളുമായി, മക്കളുമായി പിണക്കത്തിലായാൽ അതിൻ്റെ ശിക്ഷ കഠിന കഠോരമാണ്. എന്നാൽ അല്ലാഹു ബഹുമാനിച്ച മാസങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചാൽ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ അക്സറു സവാബാ, അവന് വണ്ണമേറിയ പ്രതിഫലം ഉണ്ട് കേട്ടോ. മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന അമലിന് പ്രതിഫലം കിട്ടുന്നതിനേക്കാൾ ഇരട്ടിയായി വണ്ണമേറിയ പ്രതിഫലം അല്ലാഹു ബഹുമാനിച്ച ഈ മാസത്തിലുള്ള അമലുകൾക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അല്ലാഹു ആദരിച്ച മാസമായതുകൊണ്ട് തന്നെ റജബ് മാസത്തെ നമ്മൾ ബഹുമാനിക്കണം. പ്രത്യേകമായിട്ടും അതിൽ കഴിയുന്ന ആളുകളൊക്കെ നോമ്പെടുക്കാൻ ശ്രമിക്കണം. മൻ സാമ യൗമൻ മിൻ അശ്ഹുരില്ലാഹിൽ ഹുറും, അല്ലാഹു ബഹുമാനിച്ച മാസങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരു ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ കാന ലഹു ബികുല്ലി യൗമിൻ 30 യൗമാ, ഒരു നോമ്പിന് 30 നോമ്പിന്റെ പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടുന്നതാണ്. എന്നാൽ റജബ് 27 നോമ്പാരെങ്കിലും എടുത്താൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ സാമ യൗമസ്സാബിഅ വൽ 20 മിൻ റജബിൻ കുതിബ ലഹു സവാബു സിയാമി 60 ശഹ്റാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മിഅ്റാജിന്റെ നോമ്പ്, റജബ് 27 നോമ്പ് ആരെങ്കിലും എടുത്താൽ അവന് ആ നോമ്പ് കൊണ്ട് 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നതാണ്. ആ ഒരൊറ്റ നോമ്പ് ഒരാൾ എടുത്താൽ 60 മാസത്തെ അഥവാ 1800 ദിവസം നോമ്പെടുത്ത പ്രതിഫലം ഒരൊറ്റ നോമ്പ് കൊണ്ട് ലഭിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റജബിൽ നിന്നുള്ള 27 ദിവസം ആരെങ്കിലും നോമ്പെടുത്താൽ, മാത്രമല്ല ആ മാസത്തെ പരിഗണിച്ചുകൊണ്ട്, റജബ് 27 ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് ആരെങ്കിലും സ്വതക്ക നൽകുകയും ചെയ്താൽ അല്ലാഹു അവന് 1000 നന്മകൾ രേഖപ്പെടുത്തുന്നതാണ്. 1000 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലവും രേഖപ്പെടുത്തുന്നതാണ്. ഇന്ന ഫിൽ ജന്നത്തി നഹർ, സ്വർഗത്തിലൊരു നദിയുണ്ട്. യുഖാലു ലഹു റജബുൻ, ആ നദിയുടെ പേര് തന്നെ റജബ് എന്നാണ്. അശദ്ദു ബയാളം മിനൽ ലബൻ, പാലിനേക്കാൾ വെളുപ്പ് ശക്തമേറിയ കളറാണതിൻ്റെ. വഅഹ്ലാ മിനൽ അസ്ൽ, തേനിനേക്കാൾ മാധുര്യമേറിയതാണതിൻ്റെ മധുരം. സുബ്ഹാനല്ലാഹ്, അങ്ങനെ റജബ് എന്ന് പറയപ്പെടുന്നൊരു നദി സ്വർഗത്തിലുണ്ട്. അതാർക്കുള്ളതാണ്? മൻ സാമ യൗമൻ മിൻ റജബിൻ സഖാഹുല്ലാഹു മിൻ ദാലിക്കൻ നഹർ,
റജബ് മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നോമ്പെടുത്താൽ ആ നദിയിൽ നിന്ന് അവനെ കുടിപ്പിക്കപ്പെടുന്നതാണ്.